വാരക്കൽ തങ്ങൾ തൊട്ട് തിളക്കം തന്നെ, ജിഫിരി തങ്ങൾ വരെ പതക്കം തന്നെ. പടയണിയായി മുന്നിൽ നടന്നിടലായി, സുന്നി പടയണിയായി മുന്നിൽ നടന്നിടലായി. നേരിൻ വഴി തെളിച്ച് തേരിൽ എന്നും നയിച്ച്, സത്യസാദര സരണിയിൽ സമസ്തയിത, സത്യസാദര സരണിയിൽ സമസ്തയിത. നേരിൻ വഴി തെളിച്ച് അഹ്ലുബൈത്തും കൂടെ വലിയാക്കളും, അഹ്ലു സുന്നത്തിന്റെ കൊടി പിടിച്ചു. അഹ്ലുബൈത്തും കൂടെ വലിയാക്കളും, അഹ്ലു സുന്നത്തിന്റെ കൊടി പിടിച്ചു. അന്ത്യദിനം വരെയും മുന്തും പ്രഭ പരത്തും, അന്ത്യദിനം വരെയും മുന്തും പ്രഭ പരത്തും. നേരിൻ വഴി തെളിച്ച് തേരിൽ എന്നും നയിച്ച്, സത്യസാദര സരണിയിൽ സമസ്തയിത, സത്യസാദര സരണിയിൽ സമസ്തയിത. നേരിൻ വഴി തെളിച്ച് സമസ്ത കീഴിൽ എന്നും ഉറച്ചു നിൽക്കാൻ, സമരമുഖത്തെന്നും ജ്വലിച്ചു നിൽക്കാൻ. സമസ്ത കീഴിൽ എന്നും ഉറച്ചു നിൽക്കാൻ, സമരമുഖത്തെന്നും ജ്വലിച്ചു നിൽക്കാൻ. സമതായോനെ വിധി അരുളിടണേ, സമതായോനെ വിധി അരുളിടണേ. നേരിൻ വഴി തെളിച്ച് തേരിൽ എന്നും നയിച്ച്, സത്യസാദര സരണിയിൽ സമസ്തയിത, സത്യസാദര സരണിയിൽ സമസ്തയിത. നേരിൻ വഴി തെളിച്ച് തേരിൽ എന്നും നയിച്ച്, സത്യസാദര സരണിയിൽ സമസ്തയിത, സത്യസാദര സരണിയിൽ സമസ്തയിത. നേരിൻ വഴി തെളിച്ച് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. ഖിറാഅത്തിന് വേണ്ടി സ്ഥാപനത്തിലെ വിദ്യാർത്ഥി ഹാഫിൽ തൻസീറിനെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. صدق الله العلي العظيم. നശീദത്തുൽ ജലാലിയ അവതരിപ്പിക്കാൻ വേണ്ടി കോളേജ് വിദ്യാർത്ഥികളായ മുഫാരിസ്, സ്വാലിഹ് എന്നിവരെ ക്ഷണിക്കുന്നു. سورة تحيي القلوب يا جلال، تجنى العلوم في رحابك يا جمال. سورة تحيي القلوب يا جلال، تجنى العلوم في رحابك يا جمال. معهد الرجال منشأ الفحول، بضياء علمك تلمع النفوس. يا جامع يا جامع جلاليا، يا جامع يا جامع جلاليا. مرحادنا جامعة مباركة، مركز علم ومصنع تربية. يتلى الكتاب وتنشر الأنوار من أفواه أستاذ إلى الألباب. يا جامع يا جامع جلاليا، يا جامع يا جامع جلاليا. سيد العلماء مرشد وقائد، أستاذنا أصحابنا وبلادنا. مناهج التعليم سبل السنة، لله كل توفيق باركنا. يا جامع يا جامع جلاليا، يا جامع يا جامع جلاليا. يا جامع يا جامع جلاليا، يا جامع يا جامع جلاليا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد،
വളരെ മനോഹരമായ ഈ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അഭിവന്യരായ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും ഇരിത്താക്കിന്റെ ഡയറക്ടർ ഇൻ ചീഫ് കൂടിയായ ബഹുവന്യരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ബഹുവന്യരായ ദാരിമി ഉസ്താദ് അവറുകളെ, അതുപോലെ ബാപ്പു ഹാജി അടക്കമുള്ള മറ്റു ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ, സ്ഥാപനത്തിലെ ഉസ്താദുമാരെ, മറ്റു എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെയും മഹ്ഫിൽ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിൽ 2 വർഷത്തിലൊരിക്കൽ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെയും ഇതിനോട് അഫിലിയേറ്റഡ് ചെയ്ത ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളിലെയും മറ്റു അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഒരു ഗ്രാൻഡ് ആർട്സ് ഫെസ്റ്റ് മഹ്ഫിൽ എന്ന പേരിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇവിടെ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി ഈ വർഷം നമ്മൾ നടത്തിയ മഹ്ഫിൽ 2025 ട്രഡീഷൻ പേവ്സ് ദ വേ എന്ന മോട്ടോയിൽ എന്ന തീമിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ മഹ്ഫിലിന്റെ തീമാകമാനം നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ നടത്തുകയും അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും അതിന്റെ ക്ലോസിംഗ് സെറമണിയിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങളെ കൊണ്ടും അകമഴിഞ്ഞ പിന്തുണ കൊണ്ടും മാത്രമാണ് ഇങ്ങനെ മനോഹരമായി ഈ ഒരു ഫെസ്റ്റ് സമാപിക്കുമ്പോ നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് പേർ ഈ വളരെ ഭീമമായ ചെലവ് വരുന്ന ഈ ഒരു ഫെസ്റ്റിന് 4,20,000-ഓളം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് നമ്മൾ ഇതെങ്ങനെ നടത്തുമെന്ന് ആലോചിച്ച് ആശങ്കയുണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ ഓരോ മാനേജ്മെന്റ് ഭാരവാഹികളെയും മറ്റു ആളുകളെയും നമ്മുടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ഫിനാൻസ് കമ്മിറ്റി ഉണ്ടാക്കി അവർ സമീപിക്കുകയും ചെയ്ത് അൽഹംദുലില്ലാഹ് കടങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ ഫെസ്റ്റ് വളരെ മനോഹരമായി നടത്താൻ സാധിച്ചിരിക്കുകയാണ്. അതിനകമഴിഞ്ഞ പിന്തുണ നൽകിയവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഈ ഫെസ്റ്റിന്റെ കൂടെ നിന്നവർ, മാനസികമായി സഹകരിച്ചവർ, ഇതിനോട് ചെറിയൊരു പിന്തുണ നൽകി പോലും മനസ്സുകൊണ്ടെങ്കിലും ഇതിന്റെ കൂടെ നിന്ന എല്ലാവരെയും വല്ല നന്ദിയോടെ ഓർത്തുകൊണ്ട് അഭിവന്യരായ തങ്ങൾ അവர்கள் തങ്ങളുടെ ദുആയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നും ഞങ്ങൾ അവരെയൊക്കെ സമീപിക്കുമ്പോൾ അഭിവന്യരായ സയ്യിദുൽ ഉലമയും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന്റെ ഫെസ്റ്റ് ആണ് എന്ന പേരിൽ അവരെ സമീപിക്കുമ്പോൾ വളരെ അകമഴിഞ്ഞ പിന്തുണയോടെ എല്ലാ നിലയ്ക്കും നമുക്ക് സഹകരണവും സപ്പോർട്ടും തന്ന ആ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട സഹകാരികൾക്ക് വേണ്ടി പ്രിയപ്പെട്ട തങ്ങൾ ദുആ ചെയ്യണമെന്ന് വളരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്ക് മറ്റു സാമ്പത്തിക സഹായം ചെയ്തവർ, ഭക്ഷണം സ്ഥാപനത്തിലെ അഫിലിയേറ്റഡ് വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്ന ഫെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഭക്ഷണം തന്നെ നൽകണമെന്ന് പറഞ്ഞ് നമ്മൾ പല ആളുകളെയും സമീപിച്ചപ്പോ അവർ വല്ല താല്പര്യത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി. അവർക്കൊക്കെ വേണ്ടി അഭിവന്യരായ തങ്ങൾ അവർ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വല്ല സാന്ദർഭികമായി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇതിങ്ങനെ ഇവിടെ സമാപിക്കുമ്പോ ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരെയും ചെറിയ മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നതിന്റെ ഭാഗമായ മുഴുവൻ ആളുകളെയും വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ബാപ്പു സാഹിബൊക്കെ ഞങ്ങൾ ഇതിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു ചെല്ലുമ്പോ വല്ല മനോഹരമായി എന്ത് കാര്യം പറഞ്ഞു ചെന്നാലും പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്തുപോകുന്നത് ഇവിടെ മഹ്ഫിൽ ഫിക്സ് ചെയ്ത് ഡേറ്റ് ഫിക്സ് ചെയ്ത് അവസാനമാണ് ഞങ്ങൾ ഗ്രാൻഡ് അസംബ്ലിയെ കുറിച്ച് ആലോചിക്കുന്നത്. ഞങ്ങൾക്കൊരു ഡേറ്റിൽ ഗ്രാൻഡ് അസംബ്ലി നടത്തിയേ തീരൂ. അതിൽ അഭിവന്യരായ സയ്യിദുൽ ഉലമയെ കൂടി പങ്കെടുപ്പിക്കൽ, അഭിവന്യരായ ശൈഖുന പങ്കെടുക്കുന്ന അസംബ്ലി ആകണമെന്ന് എന്തുകൊണ്ടോ നമ്മുടെ നിർബന്ധമായി പോയി. നമ്മൾ ബാപ്പു ഹാജിയെ സമീപിച്ചു. ആ ഫെസ്റ്റിലേക്ക് അന്ന് ഞായറാഴ്ച രാവിലെ നടന്ന ആ ഗ്രാൻഡ് അസംബ്ലിയിലേക്ക് സമയത്ത് ബഹുമാനപ്പെട്ട ബാപ്പു സാഹിബ് നേതൃത്വം നൽകിയിട്ടാണ് അഭിവന്യരായ സയ്യിദുൽ ഉലമ ഇവിടെ എത്തിയിട്ടുള്ളത്. വല്ല അൽഹംദുലില്ലാഹ് ബാപ്പു ഹാജിയെയും വല്ല നന്ദിയോടുകൂടെ, അതിനെന്ത് പകരം നൽകണമെന്നറിയില്ല, വല്ല നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർത്തു പോവുകയാണ്. അതുപോലെ ഓരോരുത്തർ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഓരോ ആവശ്യം പറഞ്ഞു ചെല്ലുമ്പോഴും ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു ചെല്ലുമ്പോഴും അതിനൊക്കെ
കൃത്യമായ പിന്തുണ നൽകി ഞങ്ങളുടെ കൂടെ എന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, അവരെയൊക്കെ ഓർത്തു പോവുകയാണ്. അതുപോലെ ഈ ഫെസ്റ്റ് നിയന്ത്രിച്ചവർ, പ്രിയപ്പെട്ട കൺട്രോളേഴ്സിനപ്പുറം ഈ ഫെസ്റ്റിന്റെ ഓരോ വേദിയും നിയന്ത്രിച്ച പ്രിയപ്പെട്ട വളണ്ടിയർമാർ, ഓരോരുത്തരെയും പേരെടുത്തു പറയുന്നില്ല. ഒന്നാം വേദി മുതൽ രണ്ടാം വേദിയും ഓരോ വേദിയും മറ്റു സ്ഥാപനത്തിന്റെ ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ട അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ വന്നപ്പോ അവരുടെ അക്കോമഡേഷനും മറ്റു ഫുഡും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഓരോ വിഭാഗങ്ങളും തങ്ങളുടെ മത്സരങ്ങൾക്കിടയിലും ആ തിരക്കിന്റെ ഇടയിലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ച പ്രിയപ്പെട്ട വളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ വല്ല നന്ദിയോടെ നിങ്ങൾ ഓർക്കുന്നു. അതുപോലെ ഈ ഇവിടുത്തെ സ്റ്റാഫ്, ഉസ്താദുമാർ മാത്രമല്ല, ഓഫീസ് സ്റ്റാഫും പ്രത്യേകിച്ച് കിച്ചണിലുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെ വിദ്യാർത്ഥികൾ ആധിക്യം വന്നപ്പോ 100 വിദ്യാർത്ഥികളൊക്കെ ഒരു ദിവസം കൂടിയ ദിവസങ്ങൾ ഈ ഫെസ്റ്റിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വല്ല കൃത്യമായി ഭക്ഷണത്തിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നിയന്ത്രിച്ച മുഴുവൻ സ്റ്റാഫുകളെയും എല്ലാവരെയും ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ സ്വാഗത ഭാഷണത്തിലേക്ക്, എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തുമ്പോൾ, ഒരു ഗ്രാൻഡ് ആർട്സ് ഫെസ്റ്റ് ആകുമ്പോൾ ഒരുപാട് ആശങ്കകൾ മുന്നിലുണ്ടായിരുന്നു. ജലാലിയയും അപ്പുറത്തെ അഫിലിയേറ്റഡ് സ്ഥാപനവും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു ഫെസ്റ്റ് ഉണ്ട്. ഹിഫ്ള് കോളേജുകൾ പരസ്പരം മത്സരിക്കുന്ന മറ്റൊരു ഹിഫ്ള് ഫെസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ സ്ഥാപനത്തിലെ തന്നെ 3 ടീമുകളാക്കി വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന ഒരു ഇൻട്രാ ക്യാമ്പസ് ഫെസ്റ്റുമുണ്ട്. അങ്ങനെ 3 ഫെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നടത്തുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ മനോഹരമായി പരിഹരിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂടെ നിന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, MHM-ലെയും ജലാലിയിലെയും പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഓരോ ഗ്രൂപ്പ് ലീഡർമാരും എന്തുണ്ടാകുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോ പരിഹാരത്തിന് വിളിക്കുമ്പോൾ കൂടെ നിന്നതിന്, ഞങ്ങളോട് സഹകരിച്ചതിന്, ഈ ഫെസ്റ്റ് ഇങ്ങനെയാക്കാൻ വേണ്ടി നിങ്ങൾ സഹിച്ച ത്യാഗത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വല്ല നന്ദിയോടെ ഓർത്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ പലപ്പോഴും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ നിങ്ങൾ കൂടെ നിന്നതിന്, നിങ്ങൾ കൂടെ ഉണ്ടായതിന് എല്ലാ ക്ഷമാപണം, പിഴവുകൾ ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്തുണക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ വേദി ഇത്രമേൽ മനോഹരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കമ്മിറ്റിക്കാരെ മുഴുവൻ ഇത്രമേൽ നിബിഡമായ കമ്മിറ്റി മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഈ ക്ലോസിംഗ് സെറമണി നടത്താൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെ, ജലാലിയയുടെ വിദ്യാർത്ഥിയുടെ ഫെസ്റ്റിനെ പോലും ഇവർ വളരെ മനോഹരമായ ഒരു പരിപാടിയായി കണ്ട് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് സ്വാഗതം പറയുന്നതിന് മുന്നേ ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവർക്കും വളരെ അഗൈതവമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട ഈ സദസ്സിൽ ഉദ്ഘാടനം, നമ്മുടെ ക്ലോസിംഗ് സെറമണി ഉദ്ഘാടനം നിർവഹിക്കുകയും ഇവിടുത്തെ ഫലപ്രഖ്യാപനം നടത്തുകയും ജലാലിയയിലെ ഇൻട്രാ ക്യാമ്പസിന്റെയും ഇന്റർ ക്യാമ്പസിന്റെയും 2 ഫെസ്റ്റുകളുടെയും ഫലപ്രഖ്യാപനം നടത്തുകയും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും ചെയ്യുന്നത് നമ്മുടെ ആദരണീയരായ അധ്യക്ഷൻ, ഇർത്താഖിന്റെ ഡയറക്ടർ ഇൻ ചീഫ് കൂടിയായ അഭിമന്യരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അബ്ബാസ് അലി തങ്ങളെ വളരെ ആദരവോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷൻ അഭിമന്യരായ നമ്മുടെ ഉസ്താദ് ഫെസ്റ്റിന്റെ ഓരോ കാര്യങ്ങളും നിമിഷങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത അഭിമന്യരായ ദാരിമി ഉസ്താദാണ് ഈ ഫെസ്റ്റിന്റെ ഈ സദസ്സിന്റെ അധ്യക്ഷകർമ്മം നിർവഹിക്കുന്നത്. വളരെ ആദരവോടുകൂടെ ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഉസ്താദുമാർ, അബ്ദുള്ള ഉസ്താദ് അടക്കം, ഇബ്രാഹിം ഉസ്താദ്, TT ഉസ്താദ്, മാനു ഉസ്താദ്, അതുപോലെ നമ്മുടെ ഫെസ്റ്റിന്റെ കൺട്രോളർമാരായ ഈ ഫെസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ അഭിമന്യരായ തങ്ങൾ ഉസ്താദ്, അതുപോലെ നജീബ് ഹൈതമി ഉസ്താദ്, നിസാർ ഹുദവി ഉസ്താദ്, ഫായിസ് ജലാലി ഉസ്താദ് അടക്കം മുഴുവൻ ഉസ്താദുമാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മാനേജ്മെന്റ് ഭാരവാഹികളെ കൊണ്ട് ഈ സദസ്സ് നിറഞ്ഞിട്ടുണ്ട്. നീണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സദസ്സിലുള്ളവരെയും വേദിയിലുള്ളവരെയും പ്രിയപ്പെട്ട ബാപ്പു ഹാജി അടക്കം, അലവക്കുട്ടി സാഹിബ് വളവട്ടൂർ, AP കുഞ്ഞാൻ, അതുപോലെ നാസർ മനാട്ട്, അറേബ്യൻ കുഞ്ഞാപ്പു, അൻവർ സാഹിബ് അടക്കം വേദിയിലും സദസ്സിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അഭിമന്യരായ ദാരിമി ഉസ്താദ് അവരുകളോട് ഈ സദസ്സിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശാന്തിയുടെ തെളിനീരുറവ തേടി നടക്കുന്ന മുസൽമാന് പ്രതിസന്ധിയുടെ പ്രയാസങ്ങളെ ശുദ്ധ ആത്മീയതയിൽ പുരട്ടിയ മന്ത്രമോദി പരിഹാരമേകുന്ന ഉമ്മത്തിന്റെ ആത്മീയ കേദാരം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ നറുനിലാവ് സമസ്തക്ക് ശക്തി പകർന്ന സുന്നി വിദ്യാർത്ഥി പടയണിയെ പതിറ്റാണ്ടുകളോളം നയിച്ച സമർക്കന്തിന്റെ രാജ്യശില്പി SMICയുടെ അഭിവന്ദ്യരായ പ്രസിഡന്റും ഇരുത്താക്ക് ഡയറക്ടർ ഇൻ ചീഫുമായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അധ്യക്ഷന് വേണ്ടി സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ ഗഫൂർ ദാരിമി അവർകളെ, ബഹുമാനപ്പെട്ട ബാപ്പു ഹജി, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഗനി തങ്ങൾ, ബഹുമാനരായ അബ്ദുൽ ഉസ്താദ്, ഇബ്രാഹിം താരിമി, ടി മുഹമ്മദ് ബാക്കവി, മാനു മുസ്ലിയാർ, നജീബ് ഹൈത്തമി അവർകളെ, SIC സാദി അലവിക്കുട്ടി സാഹിബ്, AP കുഞ്ഞാൻ സാഹിബ്, നാസർ മനാട്ട്, അറബിൻ കുഞ്ഞാപ്പു, സയ്യിദ് അൻവർ, വേദിയിലും സദസ്സിലുപരിഷ്ഠായ വിശ്വ വ്യക്തിത്വങ്ങളെ, ഷംസുൽ ഉലമ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ അഭിവന്ദരായ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, സ്നേഹമുള്ള താലിമ്യങ്ങളെ, വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ജലാലിയ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് ആർട്ട് ഫെസ്റ്റ് മെഹ്ഫിൽ 2025 സമാപന വേദിയിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ കോളേജുകളിലും അവിടുത്തെ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ പ്രഭാഷണ കലയിലെ അവരുടെ പ്രാഗൽഭ്യം കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് പ്രതിഭാധനരായി മാറ്റുവാനുള്ള ഒരു വലിയ വേദിയാണ് ഇത്തരം കലാസാഹിത്യ മത്സര പരിപാടികൾ. നമുക്കറിയാം, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് മഹാനായ ഉസ്താദും അവരുടെ ഉപദേശ നിർദ്ദേശം കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഒരു പുരുഷാസ് മുഴുവൻ നേതൃത്വം നൽകിയിരുന്ന മഹാനായ ഷംസുൽ ഉലമ നവ്വല്ലാഹു മഖ്ദൂം അവരുടെ സ്മാരകമായി കൊണ്ടാണ് ഈ ജലാലിയ കോളേജ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉമറാക്കളുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ അലിമീങ്ങളുടെയും ഒക്കെ മഹനീയമായ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സദാത്തുക്കളുടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണയോട് കൂടിയാണ് ഈ സ്ഥാപനം തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജലാലിയ കോളേജ് ഇന്ന് വളരെ അഭിമാനകരമായ പുരോഗതിയിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദരായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി തങ്ങൾ അവർകളാണ് ഈ സ്ഥാപനത്തിൻ്റെ വൈജ്ഞാനിക നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ, കേരളീയ മുസ്ലിം സമൂഹത്തിന് വലിയ നേതൃത്വം നൽകുവാൻ പ്രഗത്ഭമതികളാക്കിക്കൊണ്ട് നമുക്കറിയാം, ജലാലിയക്ക് ശേഷം ആ ബിരുദത്തിന് ശേഷവും ഇവിടെ വിവിധ കോളേജുകളിൽ പഠിച്ചു വളർന്ന യുവ പണ്ഡിതന്മാർക്കും എല്ലാവർക്കും വലിയൊരു അനുഗ്രഹീത കേന്ദ്രമായി ജലാലിയ ഖുർആൻ റിസർച്ച് സെന്ററിൽ കൂടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമത്തിൽ ഇർത്താഖ് എന്ന സംവിധാനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജലാലിയ സമുദായം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങൾ അത് ഒരു വലിയ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതാണ്.
നമുക്കറിയാം പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണെന്നുള്ള വിശേഷണം അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന ആ ഒരു ഉത്തരവാദിത്യം ഏറ്റെടുക്കേണ്ടവരാണ്. നമുക്കറിയാം ശുദ്ധ ഇസ്ലാം ലോകമെങ്ങും വ്യാപിച്ചത് നമുക്കറിയാം. കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ ദീനിന്റെ ആ പ്രചരണത്തിന് വേണ്ടി ത്യാഗപൂർണമായ യാത്രകൾ ചെയ്തുകൊണ്ടാണ് സഹാബാക്കൾ അവരുടെ താബീങ്ങൾ ലോകമെങ്ങും സഞ്ചരിക്കുകയും ഇസ്ലാമിൻ്റെ വെളിച്ചം ആ ഉന്നതമായ സന്ദേശം ലോകമെങ്ങും എത്തിച്ചിട്ടുള്ളത്. വരും തലമുറകളിലേക്കും ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജീവിതത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടവരും നേതൃത്വം നൽകേണ്ടവരുമാണ് വളർന്നു വരുന്ന പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ എഴുത്തുകൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ സമുദായത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുവാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണത്തിൽ നമ്മുടെ സമുദായത്തെ അടിയുറപ്പിച്ചു നിർത്തുവാൻ നമുക്കറിയാം. സമസ്ത ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപിതമായത് പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സമുദായത്തിൽ അതിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയാണ് മഹാരഥന്മാരായ അലിമീങ്ങൾ, മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബുല്ലാഹും അവർ തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷരായ ഉലമാക്കളാണ് സമസ്തക്ക് രൂപം നൽകിയത്. അതിന് പിന്നിൽ കേരളീയ മുസ്ലിം സമൂഹം അടിയുറച്ചു നിൽക്കുകയും ഉമറാക്കൾ അവരുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിശ്ചയിച്ചുകൊണ്ടാണ് മദ്രസകളും മസ്ജിദുകളും ദർസുകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ജാമിയ നൂരിയ അറബിക് കോളേജ് പ്രഥമ സ്ഥാപനമായി വരികയും ഇന്ന് കേരളത്തിനകത്തും പുറത്തും സമസ്ത ജംഇയ്യത്തുൽ ഉലമയ്ക്കുള്ള സ്ഥാപനങ്ങൾ വ്യാപിച്ചുകൊണ്ട് നമുക്കറിയാം കേരളത്തിന് പുറത്തുള്ള ഇസ്ലാമിക രംഗത്തും ഭൗതിക രംഗത്തും ഒക്കെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ പിഞ്ചുമക്കൾക്ക് ദീനീ വിജ്ഞാനവും പൊതുവിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളും ആ സംസ്ഥാനങ്ങളിലും സമസ്തയുടെ നേതൃത്വത്തിൽ സമുദായത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടുപ്പിച്ചു നിർത്തുവാനുള്ള ആ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകേണ്ടവരാണ് ഇവിടെ ജലാലിയയുടെ സന്തതികളും. ആ ഉത്തമ ബോധ്യത്തോടു കൂടി ഇസ്ലാമിൻ്റെ ദഅവത്തിന്റെ മേഖലയിൽ സേവനമനുഷ്ഠിക്കുവാൻ ഇവിടെ പഠിച്ച് പഠനം പൂർത്തീകരിച്ച ജലാലി ബിരുദധാരികൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ഈ സ്ഥാപനം ഇതുപോലെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് എത്തിയത് നാട്ടിലും മറുനാട്ടിലും ദേശങ്ങളിലുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സാമ്പത്തികവും ശാരീരികവും മാനസികമായ പിന്തുണ കൊണ്ടാണ്. അതിനിയും തുടർന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ എല്ലാ അർത്ഥത്തിലും പുരോഗതിയിലേക്ക് നയിക്കുവാനും ഇവിടുത്തെ തല്ലിമിങ്ങൾക്കും ഉസ്താദുമാർക്കും ഒക്കെ തന്നെ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സമുദായത്തിൽ ഐക്യം സുദൃഢമാക്കി പരസ്പര വിദ്വേഷവും അനൈക്യവും ഉണ്ടാക്കുന്നവരോട് ഒപ്പം ചേരാതെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശ പ്രചരണത്തിൽ ആത്മാർത്ഥത കൂടി അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. ഇവിടെ ഈ ഫെസ്റ്റിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികവും മാനസികമായും സഹായിച്ച, ഇവിടെ ഭക്ഷണം നൽകിയ, അതുപോലെ മറ്റു എല്ലാ വിധത്തിലും അവരെ സൽക്കരിച്ച, അതിനെ സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും സമസ്ത ജംഇയ്യത്തുൽ ഉലമയ്ക്കും നമ്മുടെ ഈ ജലാലിയ സ്ഥാപനത്തിനും നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്കും ഒക്കെ എല്ലാവിധത്തിലും സഹായിക്കുകയും സഹകരിക്കുകയും അതിൻ്റെയൊക്കെ ആ സ്ഥാപകരായി വന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് വെച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെയും ദർജ അല്ലാഹു ഉന്നതിയിലാക്കട്ടെ.
നമ്മുടെ താലീമ്യങ്ങൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉസ്താദുമാർ ദുആ കൊണ്ട് വസിയത്തേവർ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സാലിഹമായി സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുവാൻ നമുക്കെല്ലാം അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹ്ഫിൽ 2025 ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അവസരത്തിൽ ഇവിടെ നടന്ന ആർട്ട് ഫെസ്റ്റിൻ്റെ മെഹ്ഫിൽ 2025 സമാപനം കുറിക്കുമ്പോൾ മെഹ്ഫിൽ ടാലന്റിനെയും സെക്ഷൻ ടാലന്റിനെയും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പ്രഖ്യാപിക്കുകയാണ്. സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ ഇൻ്റർ കോളേജ് മത്സര ഇനങ്ങളിൽ വിജയികളുടെ ടാലൻറ്റ് ടീമുകളുടെ പ്രഖ്യാപനവും നടക്കുകയാണ്. ബിദായ ടാലൻറ്റ് വിഭാഗത്തിൽ അമീൻ 36 പോയിന്റോട് കൂടി ഒന്നാം, ടീം ജലാലിയ ടാലൻറ്റ് ടീമായി നേടിയിരിക്കുകയാണ്. അമീൻ. സാനിയ വിഭാഗത്തിൽ ഷെബിൻ 34 പോയിന്റോട് കൂടി ടീം MHM വിജയം കൈവരിച്ചിരിക്കുന്നു. അതുപോലെ സാനവിയ ടാലൻറ്റിലെ സ്വാലിഹ് KPക്ക് 48 പോയിന്റോട് കൂടി ടീം ഫറൂറ എന്ന ഇതിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതുപോലെ ആലിയ വിഭാഗത്തിൽ ഫർസീൻ 58 പോയിന്റ് നേടി ടീം സൊറാഹ. അതുപോലെ ഉല്യ ടാലൻറ്റ് ജസീം 62 പോയിന്റോട് കൂടി ടീം സൊറാഹ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ മഹ്ഫിൽ ടാലൻറ്റിൽ അമീൻ 36 പോയിന്റ് ടീം ജലാലിയ അംഗമാണ്. അള്ളാഹു എല്ലാവരെയും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാകട്ടെ. അവാർഡ്ദാനം നടക്കുകയാണ്. ടാലന്റ് പ്രതിഭകൾക്കുള്ള അവാർഡ് ദാനം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിക്കുന്നു. അതിനർഹമായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഓരോരുത്തരെയായി ക്ഷണിക്കുമ്പോൾ വേദിയിലേക്ക് വരിക. ആദ്യമായി ഈ വർഷത്തെ മെഹ്ഫിൽ ടാലന്റ് ആകെ 40 പോയിന്റാണ് ബിദായ വിഭാഗത്തിൽ ഒരു കുട്ടിക്ക് നേടാൻ സാധ്യമാവുക. അതിൽ 36 പോയിന്റ് നേടി ടീം ജലാലിയയിലെ അമീനാണ് മെഹ്ഫിൽ ടാലന്റ് പട്ടം നേടിയിരിക്കുന്നത്. അമീനെ അഭിമന്യരായ തങ്ങളവറുകളിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. പങ്കെടുത്ത ഇനങ്ങളിലൊക്കെ 90% മാർക്ക് നേടിയിട്ടാണ് അമീൻ മെഹ്ഫിൽ ടാലന്റ് പട്ടം ഈ വർഷം നേടിയിരിക്കുന്നത്. അതുപോലെ അമീന് മിസ്കാൻ പെർഫ്യൂംസ് സ്പോൺസർ ചെയ്യുന്ന അവാർഡും തങ്ങളവറുകൾ വിതരണം ചെയ്യുന്നു. ബിദായ ടോപ്പർ 36 പോയിന്റ് നേടി അമീൻ തന്നെയാണ്. അമീൻ ബിദായ ടോപ്പർ 36 പോയിന്റ് ടീം ജലാലിയ. സാനിയ വിഭാഗം ടാലന്റ് ഷെബിൻ 34 പോയിന്റ് ടീം MHM. മെഹ്ഫിൽ ടാലന്റുകൾക്കൊക്കെ മിസ്കാൻ പെർഫ്യൂംസ് സ്പോൺസർ ചെയ്യുന്ന ഉപഹാരം കൂടി തങ്ങൾ തന്നെ വിതരണം ചെയ്യും. സാനവിയ വിഭാഗം ടോപ്പർ സോലിഹ് KP 48 പോയിന്റ് ടീം ഫുറൂഹ. ആലിയ വിഭാഗം ടാലന്റ് ഫർസീൻ 58 പോയിന്റ് ടീം സൊറാഹ.
ഉല്യ വിഭാഗം ടാലന്റ് ജസീമയ്ക്ക് 62 പോയിന്റ്. ടീം ദിറായ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വളരെ ആവേശകരമായി 4 ദിവസം നീണ്ടുനിന്ന മെഹ്ഫിൽ ഫെസ്റ്റിന് തിരശ്ശീല വീഴുമ്പോൾ നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചരിത്ര നിമിഷത്തിന് ഇവിടെ തിരുനാളം തെളിയുകയാണ്. വളരെ ആകാംക്ഷയോടെ കോളേജിലെ 200-ഉം 280ഓളം മത്സരാർത്ഥികൾ 250ഓളം മത്സരങ്ങളിൽ പങ്കെടുത്ത് 3 വിഭാഗങ്ങളായി തരംതിരിച്ച് 3 ഗ്രൂപ്പുകളിലായി മാറ്റുരച്ചപ്പോൾ ആരായിരിക്കും ഈ കപ്പിൽ മുത്തമിടുക? ഏത് ടീമായിരിക്കും? സറാഹയോ അതോ ഫുറൂഹയോ ദിറായയോ? ആരായാലും കാത്തിരുന്ന നിമിഷത്തിന് തിരുനാളം തെളിയുകയാണ്. MHFന്റെയും ജലാലയുടെയും ചെറിയ മക്കൾ മാറ്റുരച്ചപ്പോൾ ആരായിരിക്കും അതിൽ മുത്തമിട്ടുണ്ടാവുക? കാത്തിരുന്ന് കാണാം. ഇതാ ആ ഫലപ്രഖ്യാപനം നമ്മളിലേക്ക് എത്തുന്നു. അഭിവന്ദ്യരായ പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചരിത്ര പ്രഖ്യാപനം നടത്തുന്നു. സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. 2025 കാറ്റഗറി ടോപ്പേഴ്സ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ബിദായ ടീം ജലാലിയ 285 പോയിന്റ്. സാനിയ ടീം ജലാലിയ 510 പോയിന്റ്. സാനവിയ ടീം ഫുറൂഹ 161 പോയിന്റ്. ആലിയ ടീം ഫുറൂഹ 412 പോയിന്റ്. ഉല്യ ടീം ഫുറൂഹ 493 പോയിന്റ്. കുല്ലിയ ടീം സൊഹാഹ 172 പോയിന്റ് നേടിയിരിക്കുന്നു. ഇതിൽ ഇന്റർ ക്യാമ്പസ് ഫെസ്റ്റ് വിന്നേഴ്സ് ടീം ജലാലിയ 846 പോയിന്റാണ്. ഇനി ഫസ്റ്റ് റണ്ണേഴ്സ് ടീം എസ്ബച്ചം 773 പോയിന്റ്. ഇനി ഇൻട്രാ ക്യാമ്പസ് ഫെസ്റ്റിൽ വിന്നേഴ്സ് ദിറായ 2480 പോയിന്റ് നേടി. ഫസ്റ്റ് റണ്ണേഴ്സ് ഫുറൂഹ 2440. സെക്കൻഡ് റണ്ണേഴ്സ് സൊറാഹ 2431 പോയിന്റ്. ഇനി ബെസ്റ്റ് ലീഡർ അഷ്കർ യൂസി. ആവേശകരമായ ഫെസ്റ്റിന്റെ തിരുനാളങ്ങൾ അണഞ്ഞു തീരുകയാണ്. ഇവിടെ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഇനി ബാക്കിയുള്ളത് സമ്മാനദാനങ്ങൾ മാത്രമാണ്. ആദ്യമായി ഇന്റർ ക്യാമ്പസ് ഫെസ്റ്റ് വിന്നേഴ്സ് ആയിട്ടുള്ള ടീം ജലാലിയ 846 പോയിന്റ് നേടി വിന്നേഴ്സായ ടീം ജലാലിയ അംഗങ്ങളെ ട്രോഫി സ്വീകരിക്കുന്നതിന് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യരായ തങ്ങളവர்கள் ട്രോഫി വിതരണം ചെയ്യും. 846 പോയിന്റ് നേടിയാണ് ടീം ജലാലിയ വിന്നേഴ്സ് ആയിരിക്കുന്നത്. അവരെ വളരെ ആദരപൂർവ്വം ട്രോഫി സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. അടുത്ത ഫസ്റ്റ് റണ്ണേഴ്സ് ടീം MHM 773 പോയിന്റ്. ടീം MHM ഫസ്റ്റ് റണ്ണേഴ്സ് 773 പോയിന്റ്. ടീം അംഗങ്ങളെ ട്രോഫി സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു.
ഇന്റർ ക്യാമ്പസ് ഫെസ്റ്റ് ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ് ടീം MHM 773 പോയിന്റ്. അടുത്ത ദ ബെസ്റ്റ് ലീഡർ ഓഫ് മെഹ്ഫിൽ 25 ദിറായ ടീം ലീഡർ അഷ്കർ യൂസി. ബെസ്റ്റ് ലീഡർ അഷ്കർ യൂസി. ബെസ്റ്റ് ലീഡർ അഷ്കർ യൂസി. അടുത്ത ഇൻട്രാ ക്യാമ്പസ് ഫെസ്റ്റ് വിന്നേഴ്സ് ആയിട്ടുള്ള 2480 പോയിന്റ് നേടി ടീം ദിറായ ടീം അംഗങ്ങളെ ട്രോഫി സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സുമൂതല മാർക്ക് കൂടി ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൂടെ ആഡ് ചെയ്തിട്ടുള്ള മാർക്കാണ്. 2480 പോയിന്റ് നേടി ടീം ദിറായ വിന്നേഴ്സിനെ ടീം ദിറായയുടെ ടീം അംഗങ്ങളെ ട്രോഫി സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ടീം ദിറായ മെഹ്ഫിൽ 25 വിന്നേഴ്സ് 2480 പോയിന്റ് നേടി വിന്നേഴ്സ് ആയവരെ ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ് 2440 പോയിന്റ് നേടി ടീം ഫുറൂഹ. ഫസ്റ്റ് റണ്ണേഴ്സ് ടീം ഫുറൂഹ 2440 പോയിന്റ്. ടീം അംഗങ്ങളെ ട്രോഫി സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. സെക്കൻഡ് റണ്ണേഴ്സ് 2433 പോയിന്റ് നേടി ടീം സൊറാഹ. അവർക്കുള്ള ക്യാഷ് അവാർഡ് തങ്ങൾ അവർ വിതരണം ചെയ്യും. 2433 പോയിന്റ് നേടി ടീം സൊറാഹ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് ആയിരിക്കും. അടുത്ത ടീം തജ്ലിയ സെക്കൻഡ് ബാച്ച് അഖസ സ്റ്റുഡൻസ് യൂണിയൻ സമസ്ത 100ാം വാർഷിക പ്രചരണാർത്ഥം പുറത്തിറക്കുന്ന സപ്ലിമെന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ബാപ്പു ഹാജിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. ടീം സൊറാഹ അവാർഡ് ഏറ്റുവാങ്ങുന്നു. സപ്ലിമെന്റ് പ്രകാശനം തജ്ലിയ വിദ്യാർത്ഥി പുറത്തിറക്കിയ സമസ്ത 100ാം വാർഷിക പ്രചരണ സപ്ലിമെന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ബാപ്പു സാഹിബ് നൽകി പ്രകാശനം ചെയ്യും. സ്ഥാപനത്തിലെ മുഴുവൻ ഉസ്താദുമാർക്കും അതുപോലെ മറ്റുള്ളവർക്കുമൊക്കെ മെഹ്ഫിൽ കമ്മിറ്റി നൽകുന്ന ഉപഹാരം തങ്ങളവர்கள் അതിന്റെ ഉദ്ഘാടന കർമ്മം മാത്രം ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദിന് നൽകി നിർവഹിക്കുന്നു. അതിനുവേണ്ടി ഇരുവരെയും വളരെ ക്ഷണിക്കുന്നു. മെഹ്ഫിൽ കമ്മിറ്റി മുഴുവൻ സ്റ്റാഫ് അംഗങ്ങൾക്കും നൽകുന്ന ഉപഹാരം അതിന്റെ ഉദ്ഘാടന കർമ്മം തങ്ങളവர்கள் ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകി നിർവഹിക്കും.
മെഹ്ഫിൽ കൺട്രോളേഴ്സിന് കൂടുതൽ ഉപഹാരം തങ്ങളവർ നൽകും. ആദ്യം ഫെസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അഭിമന്യരായ തങ്ങൾ ഉസ്താദിന് നൽകി അതിന്റെ ഉദ്ഘാടന കർമ്മവും തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങൾ നിർവഹിക്കുന്നു. വല്ലാദർപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ഒരുപാട് അവാർഡുകൾ വിതരണം ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ അതൊക്കെ വിതരണം ചെയ്യും ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ. ചടങ്ങ് അവസാനിച്ചിട്ടില്ല. മുഴുവൻ വിദ്യാർത്ഥികളും സദസ്സിൽ വന്ന് സദസ്സ് ഭംഗിയാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പസമയത്തിനുള്ളിൽ പിരിയാം. അഭിമന്യരായ ഉസ്താദ് അവർ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. വല്ലാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ബാപ്പു ഹാജി, എല്ലാ വർഷവും ഇവിടെ ഗ്രാൻഡ് മഹ്ഫിൽ നടക്കാറുണ്ടെങ്കിലും ഈ വർഷത്തെ ഗ്രാൻഡ് മഹ്ഫിൽ നമ്മളൊക്കെ വളരെ ആശങ്കയോട് കൂടിയാണ് കണ്ടിരുന്നത്. കാരണം പലപ്പോഴും യൂണിയൻ രംഗത്ത് നമ്മൾ പിറകിലാണ് എന്നാണ് പലപ്പോഴും നമ്മുടെ ഫീൽഡ് ബാക്കിൽ നിന്നുള്ള ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ യൂണിയൻ്റെ പ്രവർത്തനം ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നിങ്ങനെ അഭിപ്രായം പലരും പറയുന്ന അവസരത്തിലാണ് വളരെ ഭംഗിയായി നമ്മുടെ ഈ വർഷത്തെ യാതൊരു അച്ചടക്ക രാഹിത്യവുമില്ലാതെ പല സ്ഥാപനങ്ങളിലും നമുക്ക് കേൾക്കാറുണ്ട്. പല കലാലയങ്ങളിലും അതിൻ്റെ ഗ്രാൻഡ് ഫെസ്റ്റുകൾ നടക്കുന്ന സമയത്ത് വളരെ മോശമായി സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തിൽ പുറത്ത് അറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള പല ജാതി പരിപാടികളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സഹസ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികളുമൊക്കെ വളരെ അച്ചടക്കത്തോടു കൂടി യാണ് നമ്മുടെ മഹ്ഫിൽ നടത്തിയത്. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇത് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ അവസാന ചടങ്ങിൽ പങ്കെടുത്തു. വളരെ ഭംഗിയായി. കടമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് മാത്രമേ പറയുള്ളൂ. നല്ല കച്ചവടം നടത്തിയാവും പരിചയപ്പെട്ടു. നല്ല മക്കാനിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ലാഭം ഉണ്ടാക്കി. ചായക്ക് 12 റുപ്യ വാങ്ങിയതാണ്. ചായക്ക് വില കൂടുതലാണെന്നാണ് ബാപ്പുജി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് നടത്തിയത്. ഇതിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഇതിൻ്റെ ഇതിലെ വളണ്ടിയർമാർ, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാരുടെ കഠിന അധ്വാനമാണ്. ഒരുപാട് പ്രതിഭകളുണ്ട് എന്ന് പലരും വളരെ ദൂരത്ത് നിന്ന് ഇത് വീക്ഷിച്ച മലമ്പലും അവിടെ നിന്നൊക്കെ വീക്ഷിച്ച ആളുകൾ പറഞ്ഞു. വളരെ നല്ല പ്രഭാഷണങ്ങളും വളരെ നല്ല കഴിവുള്ള കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട് എന്ന് പലരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി ഈ വളർന്നു വരുന്ന കുട്ടികളെ വളരെ ഭംഗിയായി വളർത്തണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അതിനൊക്കെ യൂണിയൻ സജീവമായി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ ഇനിയും അടുക്കും ചിട്ടയും ആക്കി എല്ലാ പൊതു വേദികളിലും പുറത്ത് മത്സരത്തിന് പോകുമ്പോൾ അതുപോലെ കിതാബിൻ്റെ രംഗത്തൊക്കെ വളരെ ഗംഭീരമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാരെ ആണ് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത്. പകലില്ലാതെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ അധ്വാനമാണ് നമ്മുടെ കുട്ടികളിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മാനേജ്മെൻറ്റും നാട്ടുകാരുമൊക്കെ ഈ പ്രാവശ്യം പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നല്ല നിലയിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അഭിമന്യരായ ബാപ്പു സാഹിബ് ആശംസ അറിയിക്കും. വല്ലാദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഈ മഹനീയ സദസ്സിൻ്റെ അധ്യക്ഷൻ ഗഫൂർ ദാരിമി ഉസ്താദ് അവരുകളെ, ഇവിടെ സന്നിഹിതരായ മറ്റു ഉസ്താദന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുകാരെ, മുത്താലിമീങ്ങളെ,
വളരെ സന്തോഷകരമായി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഗ്രാൻഡ് അസംബ്ലിയുടെ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസംഗത്തെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട, നിങ്ങളൊരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇവിടെ ആ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ സഹാബാക്കൾ ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് 2 ബാച്ചായി നിന്നുകൊണ്ട് മത്സരം നടത്തുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിച്ചേർന്നത്. ആ സന്ദർഭത്തിൽ ഒരു പാർട്ടിയെ, ഒരു കക്ഷിയെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഇവരെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുകക്ഷി പറയുകയുണ്ടായി, ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന്. അതെന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അങ്ങ് അവരുടെ കൂടെയാണെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും കൂടെയുണ്ട് എന്ന്. അത് വലിയ സന്ദേശമായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇവിടെ പറഞ്ഞത്, ബഹുമാനപ്പെട്ടവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ഒരു ഉപദേശമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കി കാണണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു അംഗീകാരവും ഒരു സർട്ടിഫിക്കറ്റും തന്നെയാണ്. നിങ്ങൾക്ക് തുടർന്നുള്ള നിങ്ങളുടെ പരീക്ഷണങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കേറുന്നതിനുള്ള ഒരു വഴി തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അന്ന് തുറന്നു തന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇത് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ തുടക്കം, സമാപനം അഭിവന്ദനായ സയ്യിദ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. അതിൻ്റെ ഇടയിൽ നിങ്ങൾ നടത്തിയ അബ്ബാസ് അലി തങ്ങൾ ഇവിടെ പറഞ്ഞു, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സമൂഹം ജലാലിയയിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയും ഉയരട്ടെ എന്ന് അദ്ദേഹം ഇവിടെ വെച്ച് നമ്മുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് കൊണ്ടു നടക്കാൻ വേണ്ടി, ഇതെവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഉന്തിക്കൊടുക്കാൻ വേണ്ടി നടക്കുന്ന നമ്മളെ പോലെയുള്ള എൽപ്പറന്മാർക്കൊക്കെ വല്ലാത്ത സന്തോഷം മനസ്സിലുണ്ട് എന്നുള്ള ആ സന്തോഷവും കൂടി ഇവിടെ നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സമുദായത്തിൻ്റെയും നാട്ടിൻ്റെയും സമൂഹത്തിൻ്റെയും ഇടയിൽ ജലാലികൾ എന്നുള്ള രൂപത്തിൽ ഉയർന്നു വരുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠരായി എല്ലാവരും വളർന്നു വരട്ടെ എന്ന് വളരെ നല്ല നിലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ടും ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അലവിക്കുട്ടി സാഹിബ് ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട മഹ്ഫിൽ 2025 ഗ്രാൻഡ് ആർട്ട് ഫെസ്റ്റിൻ്റെ അഭിനന്ദനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്, അതുപോലെ വേദിയിലും സദസ്സിലുള്ള ഉസ്താദ്മാർ, നേതാക്കൾ, മുതഅല്ലിമീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമവും ഒത്തുകൂടലും അതുപോലെ ഈ ആർട്ട് ഫെസ്റ്റൊക്കെ അവന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മമായി നമ്മൾ നിൽക്കെ സ്വീകരിക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ നിങ്ങളെ ആർട്ട് ഫെസ്റ്റ് പ്രോഗ്രാംസ് ഒന്നൊന്നിന് മെച്ചത്തോടുകയാണ് എല്ലാവരും നിങ്ങളെ മഹ്ഫിലാണെങ്കിലും കാറ്റിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിദ്യയോടൊപ്പം തന്നെ സാംസ്കാരിക കാര്യങ്ങളിലും നല്ല ഊന്നൽ നൽകുന്നുള്ളതിന് മുഖ്യ തെളിവായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങളെല്ലാവരും അതുപോലെ ചിട്ടയോടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശീർവാദത്തോടെ തങ്ങൾ ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് ഏത് രീതിയിലാണോ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ചിട്ടയോടുകൂടി തന്നെ തങ്ങൾ ഉസ്താദിനുള്ള ചിട്ടകളും അദബും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീക്ഷിച്ച് അത് പ്രാവർത്തികമാക്കേണ്ട കൂടി കടമ നിങ്ങൾക്കെല്ലാവർക്കും സമൂഹത്തിൽ നല്ല രീതിയിൽ ചലിപ്പിക്കാൻ അതൊക്കെ ആവശ്യമാണ്. അപ്പം നിങ്ങൾ ദീനി വിജ്ഞാനത്തോടു കൂടെ തന്നെ ഈ പരിവേഷത്തിലും വളരെയധികം തൽപരരായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് അതിൻ്റെ ആവേശവും കാണാൻ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ദീനി വിദ്യാഭ്യാസത്തോടു കൂടെ തന്നെ നിങ്ങൾ സമൂഹത്തിനും നമ്മുടെ നാടിനും അതുപോലെ കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്ന മക്കളായി മാറണം. അള്ളാഹു ഈ സമുദായത്തെ നയിക്കുന്ന നല്ല രീതിയിലുള്ള ആലിമീങ്ങളായി അള്ളാഹു നിങ്ങളെ വാർത്തെടുക്കട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആർട്ട് ഫെസ്റ്റിനും നിങ്ങളുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പഠനത്തിനൊക്കെ എല്ലാവിധ ഭാവുകളും നേരുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കുഞ്ഞാൻ ആശംസ അറിയിച്ച് സംസാരിക്കും.
ഷാഹുൽ അമീദ് അവർ ആശംസ അറിയിക്കും. അസ്സലാമു അലൈക്കും. ആദരണീയനായ തങ്ങൾ, ദാരിമി ഉസ്താദ്, ബാപ്പു, കുഞ്ഞാനടക്കമുള്ള ബഹുമാന്യരായ ഉസ്താദുമാർ, ഏറ്റവും സ്നേഹനികുതികളായ വിദ്യാർത്ഥികൾ, മെഹഫിൽ 25 ഫെസ്റ്റിൻ്റെ വളരെ മനോഹരമായൊരു സമാപനത്തിനാണ് നാം സാക്ഷിയായത്. ബാപ്പു പറഞ്ഞതുപോലെ തങ്ങൾ ഉസ്താദ് പ്രാരംഭം കുറിച്ചു, പാണക്കാട് സയ്യിദ് അവർകൾ സമാപനം കുറിച്ചു. ഏറെ സന്തോഷമുണ്ടാകുന്നത് കേരളീയ മുസ്ലിം സമൂഹത്തിനും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനും ഒരു മാതൃകയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങളിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ, മതവിദ്യാഭ്യാസത്തെയും സാഹിത്യ സാമൂഹിക കലാരംഗത്തെയും വാർത്തെടുക്കാൻ കുറഞ്ഞ കാലയളവിൽ തങ്ങൾ ഉസ്താദിൻ്റെയും ദാരിമിയുടെയും നേതൃത്വത്തിലുള്ള ഈ ജലാലിയക്ക് കഴിഞ്ഞു എന്നുള്ളത് അൽഹംദുലില്ലാ അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കുറഞ്ഞ വാക്കുകളിലാണെങ്കിലും അബ്ബാസ് അലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സമാപന സന്ദേശത്തിൽ സൂചിപ്പിച്ചത് നാളെ മുസ്ലിം കൈരളിക്ക് ഈ സ്ഥാപനം ഒരു പ്രതീക്ഷയാണെന്നാണ്. നിങ്ങളുടെ മിനിയാന്ന് നടന്ന ഗ്രാൻഡ് അസംബ്ലി ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു. അതിൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടപ്പോഴും അത് ഷെയർ ചെയ്യപ്പോഴും കേരളത്തിലെ മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വർഷങ്ങളോളം പഴക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇവിടുത്തെ സാഹിത്യ സമാജത്തെ മാറ്റിയെടുക്കാൻ അത്രമാത്രം ഉത്ബുദ്ധരായി മാറി ജലാലിയിലെ വിദ്യാർത്ഥികൾ എന്നുള്ളത് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഇവിടെ വിജയിപ്പിക്കപ്പെട്ട വിജയികളായ എല്ലാ മത്സരാർത്ഥികളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ താങ്ങും തണലുമായി മത വൈജ്ഞാനിക നവോമണ്ഡലത്തിൽ ഉന്നതിയിൽ പ്രശോഭിക്കാൻ ജലാലിയിലെ മക്കൾക്കും ഈ സ്ഥാപനത്തിനും ഇത് സംഘടിപ്പിച്ച ഫെസ്റ്റിവലിൻ്റെ സംഘാടകർക്ക് വരും നാളുകളിൽ വളരെ മനോഹരമായ രൂപത്തിൽ ഇത് വിഭാവനം ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദുമാരെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദും ആശംസ അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ദാരിമി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, നേതാക്കന്മാർ, വിദ്യാർത്ഥികൾ, സഹോദര സഹോദരിമാർ, ഈ സമയത്ത് ഉസ്താദന്മാരും മറ്റും സൂചിപ്പിച്ചതുപോലെ തന്നെ ഞായറാഴ്ച സയ്യിദുൽ ഉലമ ഉദ്ഘാടനം ചെയ്ത് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമാപനം കുറിച്ച നമ്മുടെ മെഹ്ഫിൽ വളരെ ഭംഗിയായി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ സമയത്ത് ഈ മെഹ്ഫിലിൽ പങ്കെടുത്ത് വിജയികളായ എല്ലാവർക്കും, അതിനു വേണ്ടി ഒത്താശ ചെയ്ത മറ്റുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലാഹു തആല ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും എല്ലാവിധ കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹായക സഹകരണങ്ങൾ ചെയ്ത എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും മഗ്ഫിറത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഒരുപാട് അവാർഡുകൾ വിതരണം ചെയ്യാനുണ്ട്. അവസാനത്തെ ആശംസ ബഹുമാനപ്പെട്ട MHM പ്രിൻസിപ്പൽ അഭിവന്ദനായ ജൗഹർ ജലാലി ഉസ്താദ്. നമ്മുടെ ഉസ്താദാണ്, ഇവിടുത്തെ അലുമിനിയാണ്, ഇപ്പോൾ MHM പ്രിൻസിപ്പളാണ്. ബഹുമാനപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനാദരവുകൾ നിറഞ്ഞ ദാരിമി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, ജാമിയ ജലാലിയുടെയും ഞങ്ങളുടെ എളമനി യത്തീംഖാനയുടെയും രക്ഷാധികാരിയായ KP ബാപ്പു ഹാജി അടക്കമുള്ള നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, മെഹ്ഫിൽ 2K25 വളരെ സന്തോഷത്തോടുകൂടി അത് പര്യവസാനിച്ചിരിക്കുകയാണ്. നീണ്ട ദിവസത്തെ പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരുപാട് നല്ല പരിപാടികൾ കാണാൻ അവസരമുണ്ടായി. അതിൽ ഞങ്ങളെല്ലാവരും കാണികൾ എന്നുള്ള നിലക്കും ഇതിന് ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലക്കൊക്കെ വളരെ സന്തോഷത്തിലാണ്. വളരെ നല്ല സ്റ്റാൻഡേർഡുള്ള പരിപാടിയായി നമ്മുടെ മെഹ്ഫിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പഠിച്ച സമയത്തും ഇപ്പോഴും ഞങ്ങൾ ജലാലിമാർ കുറച്ച് മുമ്പ് താരതമ്യം ചെയ്തതാണ്. അത്രമേൽ നമ്മുടെ സ്ഥാപനവും സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ കഴിവുകളും അതിൻ്റെ കലയിലുള്ള ആ ഒരു പ്രാവീണ്യവും ഒക്കെ ഉയർന്നു കഴിഞ്ഞു എന്നാലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല. ഇതിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്, സാമ്പത്തികമായിട്ടും. അതുപോലെ ഇത് ഇത്ര ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഉസ്താദുമാർ, ജാസഫിൻ്റെ ഒക്കെ വിദ്യാർത്ഥികൾ, അതുപോലെ മാറ്റുരച്ച വിദ്യാർത്ഥികൾ, എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആശംസകളൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് അവാർഡ് വിതരണം ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് അഭിവന്ദരായ ജലാലിയിലെ മുഴുവൻ സ്റ്റാഫുകളും അതുപോലെ ഉസ്താദുമാരും MHM ഉസ്താദുമാർക്കൊക്കെ മെഹ്ഫിൽ കമ്മിറ്റി നൽകുന്ന ഒരു സ്നേഹോപഹാരം അഭിവന്ദരായ അബ്ബാസ് അലി തങ്ങൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട താരിം ഉസ്താദ് നൽകി നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാപ്പു ഹാജി ഉസ്താദുമാർക്കൊക്കെ നൽകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ബാപ്പു ഹാജി നൽകാൻ വേണ്ടിയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ഉസ്താദിനെയും ക്ഷണിക്കുന്നു. ഇബ്രാഹിം ഉസ്താദ്, മാനു ഉസ്താദ്, TT ഉസ്താദ്, അഭിവന്ദരായ തങ്ങൾ ഉസ്താദും നജീബ് ഉസ്താദ്, MHM ഉസ്താദുമാർക്കുണ്ട്. അഭിവന്ദരായ ജൗഹർ ജലാലി ഉസ്താദ്, MHM പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജൗഹർ ജലാലി ഉസ്താദ്, നജീബ് ഉസ്താദ്, അത് കഴിഞ്ഞിട്ട് ജൗഹർ ഉസ്താദ്, അതുപോലെ ഇർഷാദ് അഷ്അരി ഉസ്താദ്, സുഹൈൽ ഉദവി ഉസ്താദ്, ഇർഷാദ് അഷ്അരി ഉസ്താദ്, അതുപോലെ സുഹൈൽ ഉദവി ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട ജവാദ് ജലാലി ഉസ്താദ്, ജവാദ് ജലാലി, ജവാദ് കഴിഞ്ഞ വർഷം വരെ മെഹ്ഫിലിലെ പോരാട്ട വേദിയിലെ പുലിയായിരുന്നു. ഈ വർഷം MHM സ്റ്റാഫാണ്. അവിടുത്തെ കുട്ടികളെ പരിശീലിപ്പിച്ച് വളരെ മനോഹരമായ പ്രകടനം കാഴ്ചവെപ്പിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആൾ കൂടിയാണ് ജവാദ് ജലാലി. നിസാർ ഹുദവി ഉസ്താദ്, അതുപോലെ സ്ഥാപനത്തിലെ മുഴുവൻ ഉസ്താദുമാരെയും, നിസാർ ഹുദവി ഉസ്താദ്, തസ്ലീം ദാരിമി ഉസ്താദ്, അൽത്താഫ് വൈസി ഉസ്താദ്, പ്രിയപ്പെട്ട ഉസ്താദുമാർ മുന്നിലേക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ്, ജലാലി ഉസ്താദുമാർ,
തസ്നീം ദാരിമി ഉസ്താദ്, മുഹ്സിൻ ഉദവി ഉസ്താദ്, സ്വാദിഖ് അലി ജലാലി ഉസ്താദ്, അൽത്താഫ് വൈസ് ഉസ്താദ്, ഫവാസ് ജലാലി ഉസ്താദുമാർ പെട്ടെന്ന് വന്നാൽ ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട റഷീദ് നദവി ഉസ്താദ്, ഷബീർ ജലാലി ഉസ്താദ്, ആബിദ് ജലാലി ഉസ്താദ്, ലുക്മാൻ ജലാലി ഉസ്താദ്, റാഷിദ് ജലാലി ഉസ്താദ്, മുഴുവൻ ഉസ്താദുമാരെയും വളരെ ആദരവോടെ ക്ഷണിക്കും. മെഹ്ഫിലിൻ്റെ കൺവീനർ കൂടിയാണ് അഭിമന്യനായ ഫായിസ് ജലാലി ഉസ്താദ്. ജുനൈദ് ജലാലി ഉസ്താദ്, മഫ്ജാസ് ജലാലി ഉസ്താദ്, മുഴുവൻ സ്റ്റാഫിനുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് വഹാവുദ്ദീൻ തങ്ങൾ, അസ്ലം ജലാലി ഉസ്താദ്, അസ്ലം ജലാലി ഉസ്താദ്. ഉസ്താദാണ് ഇവിടെ പ്രതിഭകൾക്കുള്ള മിസ്കാൻ പെർഫ്യൂംസിൻ്റെ ഉപഹാരം സ്പോൺസർ ചെയ്തത്. അസ്ലം ജലാലി ഉസ്താദ്. ഫർസീൻ ജലാലി ഉസ്താദ്, ഉസ്താദുമാർ. അതുപോലെ ഇവിടുത്തെ ക്യാൻറ്റീനിലെ പ്രിയപ്പെട്ട അബ്ബാസ് കമാർ, രണ്ടാളുകളെയും ക്ഷണിക്കുന്നു. അബ്ബാസൊക്കെ അതുപോലെ ജുനൈദ് ജലാലി ഉസ്താദ്, ബഹാവുദ്ദീൻ തങ്ങൾ ജലാലി ഉസ്താദ്, അസ്ലം ഉസ്താദൊക്കെ മുന്നോട്ട് വരണം. അതുപോലെ കൺട്രോളേഴ്സ് ട്രോഫിയാണ് ഇനി ഈ മെഹ്ഫിൽ ഇതുപോലെ നടത്തുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തതിൻ്റെ കൺട്രോളേഴ്സ് അവർ മാത്രമല്ല വളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ആദ്യം ബഹുമാനപ്പെട്ട അലവിക്കുട്ടി സാഹിബ് വിതരണം ചെയ്യും. മെഹ്ഫിൽ കൺട്രോളേഴ്സ് ചെയർമാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് നൽകിയിട്ടുണ്ട്, അബ്ബാസ് അലി തങ്ങൾ. ഇനി അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ അഭിമന്യരായ നജീബ് ഹൈത്തമി ഉസ്താദ്. നജീബ് ഹൈത്തമി ഉസ്താദ് വർക്കിംഗ് ചെയർമാൻ, നിസാർ ഹുദവി ഉസ്താദ് കൺവീനറും, ഫായിസ് ജലാലി ഉസ്താദ് വർക്കിംഗ് കൺവീനറും. മെഹ്ഫിൽ കൺട്രോളേഴ്സ് ഹാഷിം ജലാലി, ഹാഷിം ജലാലി, റാഷിദ് അന്ന്, അഫ്സൽ ഷിബിൽ, ജുനൈദ് കേട്ടി, മാസിൻ, അഫ്ലഹ്, സബീഹ്, ഫയ്യാസ്, ഷാമിൽ. ഫയ്യാസും ഷാമിലുമാണ് ഈ മെഹ്ഫിലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പുറത്തെത്തിക്കാൻ അതിൻ്റെ മീഡിയ വർക്കിന് നേതൃത്വം നൽകുന്ന ആളുകൾ. ഫയ്യാസും ഷാമിലും, അതുപോലെ അംജദ് സവാദ്.
മെഹ്ഫിലിലെ മുഷാറിലെ നാദിമുൽ ആളം മുസ്തഫ. മുനാദറയിലെ അഫ്സലുൽ മുത്തഹദ്ദിസ് റിയാസ്. മുസ്തഫ ഒരു മിനിറ്റ്. അഫ്ലഹ് അഫ്ലഹ് മാസിൻ ജുനൈദ് കേട്ടി. നാദിമുൽ ആലം 31 ബൈത്തുവാടി മുസ്തഫ. അൻവറാക്ക സമ്മാനദാനം നിർവഹിക്കും. നാദിമുൽ ആലം മുസ്തഫ. ഉസ്താദ് ആവശ്യപ്പെട്ടതാണ് അൻവറാക്ക. മുപ്പത്തിയൊന്ന് ബൈത്തുപാടി നാദിമുൽ ആലം മുഷാറയിലെ മുസ്തഫ. അതുപോലെ മുനാദറയിലെ അഫ്ളലുൽ മുത്തഹദ്ദിസ് ബെസ്റ്റ് ഡിബേറ്റർ റിയാസ്. ഇനിയാണ് പ്രധാനപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ളത്. ഈ മെഹ്ഫിൽ ഇങ്ങനെ സ്റ്റേജ് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അലങ്കരിച്ചത് കൊണ്ടോ മാത്രം പൂർണ്ണമാവില്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളെ പ്രതിഭകളെ വളരെ മനോഹരമായ അവരുടെ പരിപാടികൾ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ പ്രിയപ്പെട്ട ലീഡർമാരെ മെഹ്ഫിൽ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിക്കുന്നു. ആദ്യം സറാഹ ഗ്രൂപ്പിലെ ലീഡർ റഷാദ് CP, അഹ്നസ് വയനാട്, ഉവൈസ് AK. സറാഹ ഗ്രൂപ്പിന്റെ 3 ലീഡർമാരെയും ക്ഷണിക്കുന്നു. റഷാദ് CP, അഹ്നസ് വയനാട്, ഉവൈസ് AK. ദിറായ ഗ്രൂപ്പ് ലീഡർ അഷ്കർ UC, ഫായിസ് വയനാട്, ജാസിർ. അബ്ദുൽ ഉസ്താദ് വിതരണം ചെയ്യും. അബ്ദുൽ ഉസ്താദ് ഇൻഷാല്ലാ ലീഡർമാർക്കുള്ളത് കൊടുക്കും. ബഹുമാനം സറാഹ ഗ്രൂപ്പ് ലീഡർ അഹ്നസ് വയനാട്, മെയിൻ ലീഡർ റഷാദ് CP ആണ് ഇതിൻ്റെ ഫസ്റ്റ് ലീഡർ. അസിസ്റ്റന്റ് ലീഡേഴ്സ് അഹ്നസ് വയനാട്, ഉവൈസ് AK. ദിറായ ടീം അഷ്കർ UC, ഫായിസ് വയനാട്, ജാസിർ VP. ഫുറൂഹ ടീം ലീഡേഴ്സ് സോലിഹിയ, റിയാസ്, സിനാൻ. സോലിഹിയ, റിയാസ്, സിനാൻ. ഫുറൂഹ ഗ്രൂപ്പ് ലീഡേഴ്സ് സോലിഹ്, റിയാസ്, സിനാൻ. അഷ്കറാണ് മെഹ്ഫിലിലെ ബെസ്റ്റ് ലീഡർ. സോലിഹിയ, ഫുറൂഹ ടീം ക്യാപ്റ്റന്മാർ റിയാസ്, സിനാൻ.
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊന്നും ഇവിടെ പ്രവർത്തിച്ചവരൊന്നും അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരുപാട് വളണ്ടിയേഴ്സ്, അതുപോലെ മീഡിയ ആളുകൾ, ഇത് ഫണ്ട് കമ്മിറ്റിക്ക് വേണ്ടി ഇവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രിയോളം അത് കളക്ട് ചെയ്യാൻ നടന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ മഹ്ഫിൽ കമ്മിറ്റിൻ്റെ ഒരു സ്നേഹ വിരുന്ന് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതുപോലെ മുഴുവൻ ആളുകളെയും, ക്യാമറ, മീഡിയ ഒക്കെ അടക്കം വളണ്ടിയേഴ്സ്, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്ത സ്റ്റാറിൻ്റെ ആളുകൾ, എല്ലാവരെയും, ഇതൊരുക്കി തന്ന, ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിനു വേണ്ടി ചെറിയ നിരക്കെങ്കിലും ഞങ്ങളുടെ കൂടെ എന്ന മുഴുവൻ ആളുകളെയും വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ വർഷത്തെ മഹ്ഫിലിന് ഇവിടെ അവസാനം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റാഷിദന് നന്ദി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്, തങ്ങൾ ഉസ്താദ്, അബ്ദുൽ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ, ഏറ്റവും സ്നേഹം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ ഒരു അവസരത്തിൽ എല്ലാവരും വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. മാത്രമല്ല, ഈ ഒരു മഹ്ഫിലിന് വേണ്ടി അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഇത്ര രീതിയിൽ തന്നെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടെല്ലാം മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, ഉസ്താദുമാർക്കും, മറ്റു കമ്മിറ്റി ഭാരവാഹികർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദിയിൽ ഈ പരിപാടിയെല്ലാം സംഗമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഇത്രമായ ഭംഗിയായ നടത്തിപ്പിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയ നമ്മുടെ മീഡിയ ഭാരവാഹികൾ, മീഡിയയുടെ പ്രവർത്തകർ, അതുപോലെ മറ്റു എല്ലാ മൈക്ക്, സൗണ്ട്, ലൈറ്റ് എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തന്നവർ, വളരെ ഭംഗിയായി നിർവഹിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് സലാത്ത് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു അവാർഡും കൂടി. ഇത് JSF കമ്മിറ്റി കുറച്ച് മുമ്പ് നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു ഇവിടുത്തെ കോളേജിലെ കുട്ടികൾക്കും പുറത്ത് കോളേജിലെ കുട്ടികൾക്കും ഒക്കെ ആയിട്ട്. അവർക്കുള്ള ക്യാഷ് പ്രൈസ് ഔദ്യോഗികമായിട്ട് 2 ടീമും ഒരുമിച്ച് കൂടുന്നന്ന് വിതരണം ചെയ്യാമെന്ന് കരുതിയായിരുന്നു. പരിപാടിൻ്റെ തിരക്കിൽ മറന്നുപോയതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്ക് അതിൻ്റെ വിതരണം നടത്തുകയാണ്. ബാക്കിയുള്ള പിന്നെ കൊടുക്കും. ജൂനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് നേടിയ സയ്യിദ് സിറാജുദ്ദീൻ, പ്രബന്ധ മത്സരമായിരുന്നു ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ്, സയ്യിദ് സിറാജുദ്ദീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് ഇൻഷാ അല്ലാഹ് നൽകും. ദാരിമി ഉസ്താദിന്റെ പേരക്കുട്ടി കൂടിയാണ് സയ്യിദ് സിറാജുദ്ദീൻ. അതുപോലെ ജൂനിയറിൽ സെക്കൻഡ് മുഹമ്മദ് റിഷാൻ. മറ്റൊരു സെക്കൻഡ് പ്രൈസ് MHM മുഹമ്മദ് റജുവാൻ ആയിരുന്നു. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് വിതരണം ചെയ്യും. മുഹമ്മദ് റജുവാൻ MHM ഉണ്ടോ? ഇബ്രാഹിം ഉസ്താദ് തന്നെ വിതരണം ചെയ്യും ഇൻഷാ അല്ലാഹ്. ചടങ്ങ് മാത്രമാണ്. MHM റജുവാൻ, ഒന്നും കൂടി MHM റജുവാൻ പോയോ? ഇൻഷാ അല്ലാഹ് പിന്നീട് വിതരണം ചെയ്യും. എൻ്റെ ഔദ്യോഗിക തുടക്കം നിർവഹിച്ചു പിരിച്ചുവിടും. അല്ലല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി.
പിന്നെ ചെറിയൊരു സഹായം ചെയ്യണം. ആ കസാറൊന്ന് പറ്റിയിട്ടാൽ ഉപ്പനോടെ വൃത്തിയാക്കി നാളെ എല്ലാവർക്കും സുബഹിക്ക് ശേഷം നാട്ടു പോവാം. അപ്പോൾ